ഫ്രണ്ട്സ്, പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ജൂലൈ മന്ത് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് പ്രൈസ് വന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. നല്ലൊരു ബുള്ളിഷിൽ തന്നെ ആ ബുള്ളിഷിൻ്റെ ഓപ്പണിലാണ് ഓഗസ്റ്റ് മന്ത് വന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ആകെ 2 ദിവസമായിട്ടുള്ള നമുക്കൊന്നും പറയാനായിട്ടില്ല. പ്രൈസ് നല്ല രീതിയിൽ ബുള്ളിഷിൽ തന്നെയാണ്. ബുള്ളിഷ് എന്ന് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബുള്ളിഷിൻ്റെ മന്തിൻ്റെ ആക്ച്വൽ എടുക്കുകയാണെങ്കിൽ ഏകദേശം കഴിഞ്ഞ ഒരു നവംബർ മുതൽ എനിക്കൊന്നാണ് ഇവിടം മുതൽ ശരിക്കും തന്നെ ബുള്ളിഷാണെന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഏകദേശം ഇവിടം മുതൽ നല്ല രീതിയിൽ ബുള്ളിഷിൽ തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്തിരിക്കുന്നത് അല്ലേ. മന്തിൻ്റെ വെച്ച് നോക്കിയാൽ നല്ല പ്രൈസ് നല്ല ബുള്ളിഷാണ്. ഇവിടെ വന്നിട്ട് മാത്രമേ പ്രൈസ് ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ടുള്ള അവിടെ നിന്ന് പ്രൈസ് വീണ്ടും ബ്രേക്ക് ചെയ്ത് മേളിലേക്ക് പോയാൽ നമുക്ക് വീക്കിലേക്ക് വരാം. വീക്കിലേക്ക് വരുന്ന കഴിഞ്ഞാൽ നമുക്കൊരു രണ്ടാഴ്ചയായിട്ട് പ്രൈസ് ബിയറിഷ് ആയിരുന്നു, ഓൾ ടൈം ഹൈ അടിച്ച്. ആ സമയത്ത് ഡേയുടെ ഒരു IFC ക്യാൻഡിൽ അവിടെ ഫോം ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് പ്രൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബിയറിഷിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്ന്. അപ്പോൾ അതിനുശേഷം പ്രൈസ് മേളിലേക്ക് കയറിപ്പോയി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൂവ്മെൻറ്റിലൊക്കെ നമ്മൾ ഒട്ടും സെല്ല് എൻട്രി നോക്കരുത്. ഈ ഒരു റെസിസ്റ്റൻസ് എടുത്ത സമയത്താണ് നമ്മൾ സെല്ലിലേക്കുള്ള സാധ്യതകൾ നമ്മൾ നോക്കിയത്. അതും 75% നമ്മൾ ബൈ എൻട്രി നിങ്ങൾക്ക് എവിടെയൊക്കെ കിട്ടുന്നു അവിടെയൊക്കെ എടുത്തോളാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിപ്പോൾ ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലും ഡേയുടെ ആ ഒരു ഈ ഒരു IFC ക്യാൻഡിൽ ഞാൻ പറഞ്ഞാൽ അവിടെ നിന്ന് പ്രൈസ് ബിയറിഷിലേക്ക് വന്നു. അവിടെ നമുക്കൊരു ഇൻറ്റേർണൽ നോക്കി ഇൻറ്റേർണൽ ഐഡിയും എടുത്തു. ഇൻറ്റേർണൽ ഒരു OBയിലാണ് പ്രൈസ് വന്ന് റിയാക്ട് ചെയ്ത് നിൽക്കുന്നത്. പ്രൈസ് നമുക്കിപ്പോൾ 4 ഹവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 ഹവറിൽ കഴിഞ്ഞ ആഴ്ച നമുക്ക് 2 എൻട്രീസാണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞിരുന്നത് വെച്ചത്. ഒന്ന് നമ്മളുടെ POI നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഫ്രൈഡേ പ്രൈസ് ഇവിടെ നിൽക്കുകയായിരുന്നു. അതിനുശേഷം മൺഡേ ഈ ഒരു OBയിൽ വന്ന് റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ OBയിലേക്ക് വരും, ഇവിടെ നിന്ന് വീണ്ടും റിയാക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു. പക്ഷേ നമ്മുടെ 4 ഹവറിൽ നമ്മൾ പറഞ്ഞ 2 ഇവരെ നമുക്കൊരു റിയാക്ഷൻ കിട്ടിയില്ല. സെക്കൻഡ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് നമുക്ക് ഇൻറ്റേർണൽ നമുക്ക് ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഒരു സിംഗിൾ ക്യാൻഡിൽ എൻട്രി നമുക്ക് തന്നായിരുന്നു. അതിനുശേഷം പ്രൈസ് നല്ല രീതിയിൽ മൂവ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഫ്ലിപ്പ് വിത്ത് ഐഡിയ ഒക്കെ നമുക്ക് തന്നത്. പക്ഷെ അത്രയും മൂവ് ചെയ്ത് ഏകദേശം ഒരു $10-20 ടൈം പ്രൈസ് താഴേക്ക് മൂവ് ചെയ്തിട്ട് തിരിച്ചു വന്ന് എടുക്കുമ്പോഴത്തേക്ക് എടുക്കരുത്. ഒരു $10 താഴെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ എടുക്കാം. അതിനുശേഷം ഫ്ലിപ്പിലേക്ക് വന്നത്. ഒന്നാമത്തെ പ്രൈസ് നല്ല ബുള്ളിഷും കൂടിയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. ബൈ സൈഡ് എൻട്രികൾ ഉണ്ടായിരുന്നു. ആകെ ഈ 2 സെല്ലാണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞയച്ചത്. ഇപ്പോൾ ഈ ഒരു ഓർഡർ ഫ്ലോ ഇപ്പോഴും വാലിഡ് തന്നെയാണ്. പ്രൈസ് ആ ഓർഡർ ഫ്ലോ ഇതിനേക്കാൾ നല്ലൊരു റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് പോകണമെങ്കിൽ ഇത് റിയാക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ഹൈ പ്രയോറിറ്റി എന്ന് തന്നെ പറഞ്ഞൊരു POIകളാണ്. എന്താ വെച്ചാൽ പ്രൈസ് ബുള്ളിഷ് ആണെങ്കിലും ബിയർഷിലേക്ക് പ്രൈസ് ചെറുതായിട്ട് മൂവ് ചെയ്യാൻ സാധ്യതയുള്ള 2 പൊസിഷൻസാണ് നമുക്ക് പറഞ്ഞത്. ഓൾറെഡി നല്ല ന്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ന്യൂസ് സമയത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസത്തിൽ 2 ആഴ്ച നല്ല രീതിയിൽ ന്യൂസ് ഉണ്ട്. അതായത് നോൺ ഫാം പേറോൾ, ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ്, നെക്സ്റ്റ് വീക്ക് CPI ന്യൂസൊക്കെ ആയിട്ട് ആ ആഴ്ചയൊക്കെ നല്ല രീതിയിൽ പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ആഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് വീക്ക് കഴിഞ്ഞ് 3rd 4th. ഇപ്പോൾ 3rd 4th നിങ്ങൾ ജേണൽ ഒരു പ്രൊഫഷണൽ ട്രേഡർ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഗുലറായിട്ട് വരുമാനം വേണമെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ജേണൽ എഴുതിയേ പറ്റൂ. ജേണൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് ഈ 3th 4th ആഴ്ചയിലേക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ലോസിലാണ് നിങ്ങൾ ടോട്ടൽ വരുന്നത് അല്ലെങ്കിൽ ബ്രേക്ക് ഈവനിലാണ് നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. ഫസ്റ്റ് 2 ആഴ്ച നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ബാക്ക് ടെസ്റ്റ് ചെയ്ത് ജേണലൊക്കെ എഴുതി അതിൻ്റെ അകത്ത് ഹൈ പ്രയോറിറ്റി എൻട്രികൾ മാത്രം ഐഡൻറ്റിഫൈ ചെയ്യുക. പതിയെ ട്രേഡ് എടുക്കുക. 3rd 4th നല്ലോണം ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജേണലിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ആ സമയത്തായിരിക്കും. നിങ്ങൾക്ക് എല്ലാ മന്തിലും നിങ്ങൾക്ക് പ്രോഫിറ്റ് വരാൻ പറ്റും, റെഗുലർ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ടഫായിട്ടുള്ള ആഴ്ച നല്ലോണം ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് പതിയെ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പ്രാക്ടീസാണ്. ഒരാൾ വലിയൊരു പ്രോഫിറ്റ് എടുത്തെന്ന് പറഞ്ഞാൽ അയാളൊരു പ്രോഫിറ്റബിൾ ട്രേഡറോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊഫഷണൽ ട്രേഡറോ ഒരിക്കലും ആകില്ല. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് എടുക്കുമ്പോഴാണ് അയാൾ ഒരു പ്രൊഫഷണൽ ട്രേഡർ ആകുന്നത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് അയാൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നതുകൊണ്ട് അയാൾക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ വാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, നല്ലൊരു പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രാക്ടീസ് ഏറ്റവും ബെസ്റ്റാണ്. നല്ലൊരു പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ട്രെൻഡിനൊപ്പം തന്നെ ട്രെൻഡ് ഈസ് ഫ്രണ്ടാണ് നമ്മളുടെ. ആ രീതിയിൽ തന്നെ എന്തിക്കുക. നിങ്ങൾ ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് ട്രേഡ് എടുക്കുന്ന പൊസിഷനിൽ അല്ലെങ്കിൽ ഞാൻ പറയും ആ ഒരു പൊസിഷനിൽ മാത്രം നോക്കുകയല്ല. ആ പൊസിഷനിൽ നിങ്ങൾക്ക് സെല്ലെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രെൻഡിന് എഗെയിൻസ്റ്റ് ട്രേഡ് എടുക്കുമ്പോഴാണ് ലോസ് ഉണ്ടാകുക. നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഈ 2 പൊസിഷനിലായിരുന്നു ഉണ്ടാകുന്നത്. പക്ഷേ മൺഡേ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള ഗോൾഡിൻ്റെ 1 hour ചാർട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാർട്ടാണ്. ആ ചാർട്ടിൽ വരുന്ന എൻട്രികൾ നിങ്ങൾ വിടരുത്. നല്ലൊരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ എടുക്കുക, ഹോൾഡ് ചെയ്യുക. ഇവിടെ നമ്മൾ എടുത്തൊരു ട്രേഡ് പലപ്പോഴും നമ്മളൊരു ഓർഡർ ഫ്ലോയിൽ നിന്ന് ഈ എടുത്തൊരു ബൈ പോലെ ഇനിയും പ്രൈസ് വരുവാന്ന് വിചാരിച്ച് നല്ല മൂവ്മെൻറ്റ് കിട്ടിയതിന് ശേഷമാണ്. പക്ഷേ
ഇതാകെ ഒരു മൂവ്മെൻറ്റ്, ഈ മൂവ്മെൻറ്റ് എടുത്ത് ബോഡി ബ്രേക്ക് ചെയ്തത് കൊണ്ട് തന്നെ പ്രൈസ് പിന്നെ പോയ മൂവ്മെൻറ്റ് നോക്കിയേ, നല്ല മൂവ്മെൻറ്റ് തന്നില്ല. ഓൾറെഡി ന്യൂസ് ഉണ്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ഓവർഫ്ലോയിൽ നിന്ന് ഇറങ്ങാം, പക്ഷെ നമുക്ക് ഇറങ്ങാമെന്നുള്ളൊരു കൺഫർമേഷൻ ഒന്നും കിട്ടിയില്ല. ഇവിടെ നമ്മൾക്ക് ഒരു സിംഗിൾ ക്യാൻഡിലേക്ക് കിട്ടി നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയല്ല, പ്രോഫിറ്റ് കിട്ടി. നമ്മൾ എടുക്കുന്ന കൗണ്ടർ ട്രേഡാണ്, അധികം ഹോൾഡ് ചെയ്യാതെ ചെറിയ ചെറിയ പ്രോഫിറ്റ് എടുക്കുക. അതേപോലെ ന്യൂസ് ഉള്ള ആഴ്ചകളിൽ ഞാൻ പ്രത്യേകം ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ പറയുന്നതാണ്, വലിയ മൂവ്മെൻറ്റുകൾ എടുക്കാതെ ചെറിയ ചെറിയ മൂവ്മെൻറ്റുകൾ എടുത്താൽ നിങ്ങൾക്ക് പ്രോഫിറ്റിലായിരിക്കും പോകുന്നത്. നമ്മളുടെ മൈൻഡ് വലിയ മൂവ്മെൻറ്റ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്തായിരിക്കും ആ ഒരു ബ്രേക്ക് ഈവൻ സെല്ലൊക്കെ അടിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെ. അപ്പോൾ ഈ ഒരു പൊസിഷൻ നല്ലതായിരുന്നു, നമുക്ക് നല്ല കൺഫർമേഷൻ കിട്ടി, നല്ല ലോങ് ടൈം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന എൻട്രികളായിരുന്നു. ഇവിടെ ഒരു സെക്ഷൻ്റെ എൻട്രി ഉണ്ടായിരുന്നു, അതും നല്ല എൻട്രി ആയിരുന്നു. 1 അവറിൻ്റെ ഐഡിയ എടുത്ത് വീണ്ടും വിക്ക് ബ്രേക്ക് നടത്തി, ഇവിടെ നമുക്ക് നല്ലൊരു കൺഫർമേഷൻ കിട്ടി. പ്രൈസ് പിന്നെ ബോഡി ബ്രേക്ക്, ഇനി ബോഡി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് മെയിനായിട്ട് മൂവ് ചെയ്യും. ഇവിടെ സെക്ഷനിൽ നിന്ന് വീണ്ടും ഒരു സെല്ലുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഏറ്റവും നല്ല ഹൈപ്പർ ട്രേഡ് എന്ന് ഈ എൻട്രി നല്ലതായിരുന്നു, ഈ ഒരു സെക്ഷൻ്റെ എൻട്രി നല്ല എൻട്രി ആയിരുന്നു, നല്ല അടിപൊളി എൻട്രി ആയിരുന്നു. പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെക്ഷൻ്റെയിലാണ് ഞാൻ ഒരു 15 മിനിറ്റിൽ നമ്മളൊരു സിംഗിൾ ക്യാൻഡിൽ നോക്കിയിട്ടൊക്കെ നമ്മൾ സെല്ല് നോക്കിയത്. 5 മിനിറ്റിലും ഉണ്ടായിരുന്നു, ഇവിടെ ഒരു സിംഗിൾ ക്യാൻഡിൽ സെല്ലുണ്ടായിരുന്നു 5 മിനിറ്റിൽ. അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് ഡേയുടെ ലോ ലിക്വിഡേറ്റ് ചെയ്തായിരുന്നു. പ്രീവിയസ് ഡേയുടെ പ്രൈസ് ഓൾറെഡി ബുള്ളിഷാണ്. അപ്പോൾ ട്രെൻഡ് എങ്ങോട്ടാണ്, അങ്ങോട്ട് നിങ്ങൾക്ക് എസ് എൽ ഇല്ലാതെ നിങ്ങൾക്ക് എൻട്രി കിട്ടി. ഇങ്ങോട്ടാണ് നിങ്ങൾ സെല്ലാണ് നോക്കണമെങ്കിൽ ഒരുപാട് എസ് എൽ അടിക്കാനുള്ള സാധ്യതയുണ്ട്. അത്രയും നല്ലൊരു പൊസിഷനിൽ ചെന്ന് നമ്മൾ ശ്രദ്ധിച്ച് എടുത്താൽ പോലും 1-2 എസ് എൽ നമുക്ക് കിട്ടും. പക്ഷേ ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ നമ്മുടെ 5 മിനിറ്റിൻ്റെ സിംഗിൾ ക്യാൻഡിൽ പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്യുന്ന ഏകദേശം 20-ലാണ് പ്രൈസ് വന്ന് മിറ്റിഗേറ്റ് ചെയ്യുന്നത്. എവിടം വരെ പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ട്, 42 വരെ, ഏകദേശം 200 പിപ്പിന് മേളിൽ. ഈ ട്രേഡ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ട്രേഡ് എടുത്താൽ നല്ല പ്രോഫിറ്റ് കിട്ടിയാണ്. അപ്പോൾ എപ്പോഴും ട്രെൻഡ് തന്നെ പിടിക്കുക. ഞാൻ സെല്ല് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നിന്ന് ആ ഒരു പൊസിഷനിൽ നിന്ന് നിങ്ങൾ എന്തെന്നാണ് സെല്ല് അവിടെ നിന്നൊരു പുൾ ബാക്ക് വരും. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ബൈയൊക്കെ എടുക്കണമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. ഒരിക്കലും സെല്ലിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യരുത്, മനസ്സിലായോ? ട്രെൻഡ് അങ്ങോട്ടാണ് കൂടുതൽ. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റിലാകാൻ പറ്റിയിട്ടില്ല, ബിഗിനിങ് ലെവലിലാണ്. അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കോഴ്സ് തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷത്തിന് മേലെ, അപ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കുന്നവരുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ രീതിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ബിഗിനേഴ്സിനോട് സംസാരിക്കുന്നത് പോലെ ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ചില നല്ല പ്രോഫിറ്റ് എടുക്കുന്ന ആൾക്കാർ ഉള്ളത് കൊണ്ട് തന്നെ ആ രീതിയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ ബിഗിനർ അതിൻ്റെ പുറകെ പോരുത്. നിങ്ങൾ ഒരു ബിഗിനറാണോ, നിങ്ങൾ ഏറ്റവും കൂടുതൽ 99 അല്ലെങ്കിൽ 100% ട്രേഡ് എടുക്കേണ്ടത് നിങ്ങൾ ട്രെൻഡിനനുസരിച്ചുള്ള മാത്രം ട്രേഡാണ്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലേ, വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ $1,000,000 എടുത്ത പ്രൊഫഷണൽ ട്രേഡേഴ്സ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സെറ്റപ്പ് നമ്മൾ പഠിക്കുക. ആ സെറ്റപ്പ് നമ്മളുടെ മാർക്കറ്റിൽ വരുന്നത് വരെ പേഷ്യൻസോടെ കാത്തിരിക്കുക, എന്നാലേ പ്രോഫിറ്റ് കിട്ടുള്ളൂ. അല്ലാതെ ഞാൻ വന്നിരിക്കുന്നിടത്ത് സമയത്ത് ട്രേഡ് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് ഭക്ഷണം ചോദിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും എടുത്തു തരുന്ന അമ്മേനെ പോലെ അല്ലേ ഇത്. നമ്മൾക്ക് നമ്മളുടേതായൊരു സമയമുണ്ട്, ആ സമയത്ത് പൊസിഷൻസ് വരും, ആ സമയത്ത് ട്രേഡ് ചെയ്യും. ഇപ്പം എൻ്റെ ഒരു കോഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇൻറ്റേർണൽ ആണെങ്കിലും നല്ല ഓപ്പർച്യൂണിറ്റി. അപ്പോൾ എങ്ങോട്ടാണ് ട്രെൻഡ് അതനുസരിച്ച് വെക്കുക. ചിലപ്പോൾ നമ്മൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റി നോക്കുമ്പോൾ നമുക്ക് എന്തായാലും എസ് എൽ കൂടും. ഓപ്പർച്യൂണിറ്റി കുറയുമ്പോഴുള്ള ഗുണം എന്താണ്, നമ്മൾ നല്ലൊരു ട്രേഡിലേക്കേ മാറുള്ളൂ. കുറേ ചെറിയ ചെറിയ ട്രേഡുകൾ, ചെറിയ ചെറിയ കൺഫർമേഷൻ നമ്മൾ വിട്ടുകളയും, നല്ല ട്രേഡിലേക്ക് മാറും. പക്ഷേ എല്ലാ മൂവ്മെൻറ്റുകളും നല്ലോണം വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കുന്ന ട്രേഡുകളൊക്കെ എവിടെയൊക്കെ കറക്റ്റായിട്ട് ടാർഗറ്റ് വെക്കാം, അതെങ്ങനെ അതിൽ നിന്ന് പ്രോഫിറ്റ് എടുത്ത് മാറാമെന്നൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഇപ്പം ഇനി പ്രൈസ് ഈ ആഴ്ച ഇനി എങ്ങനെ മൂവ് ചെയ്യും, നെക്സ്റ്റ് വീക്ക് മൂവ് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് ഓപ്പൺ ചെയ്യണം. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇംബാലൻസ് എന്തായാലും പ്രൈസ് വന്ന് ക്ലിയർ ചെയ്യും. ഇപ്പോൾ മൺഡേ മിക്കവാറും പ്രൈസ് ഇവിടെ വന്ന് ക്ലിയർ ചെയ്യും, അല്ലെങ്കിൽ പ്രൈസ് ഒന്ന് താഴേക്ക് വന്നിട്ടായിരിക്കും വീണ്ടും മേളിലേക്ക് വന്ന. ഓൾറെഡി ബുള്ളിഷിൽ തന്നെയാണ്, ബീറിഷിലേക്കുള്ള യാതൊരുവിധ സെറ്റപ്പും നമുക്ക് കിട്ടിയിട്ടില്ല. പ്രൈസ് ഇനിയും പോവും. പ്രൈസ് ഇനിയും ചിലപ്പോൾ ഒരു ബുള്ളിഷിൽ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും പ്രൈസ് ഒരു പുൾ ബാക്ക് എടുക്കാനുള്ള സാധ്യതയുണ്ട്. പുൾ ബാക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഓൾറെഡി നമ്മൾ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിലിടും. പിന്നെ എൻ്റെ ഈ ഒരു വീക്ക്ലി അനാലിസിസ് മാത്രം വാച്ച് ചെയ്യുന്ന കുറേ പേരുണ്ട്, നമ്മുടെ കോഴ്സ് എടുക്കാത്ത. അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ സൺഡേ വന്ന് പറയുന്ന ആ ഒരു മൂവ്മെൻറ്റ് മാത്രം നിങ്ങൾ പോവുക. അതിൽ നിന്ന് എഗെയിൻസ്റ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ സെറ്റപ്പിൽ നിങ്ങൾ അനലൈസ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ മെൻറ്ററിനോട് ചോദിച്ചിട്ട് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നെക്സ്റ്റ് ആഴ്ച ഒരുപാട് ആഴ്ചകളിൽ വർക്കിംഗ് ആകുന്നുണ്ട്. ചില ആഴ്ചയിൽ ചിലപ്പോൾ ചില മൂവ്മെൻറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട്, എനിക്ക് അവരുടെ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട്, അവരോട് ഞാൻ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ഈ 5 ദിവസം അവരോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇതേപോലെ. അപ്പോൾ നിങ്ങളോട് ഈ ആകെ സൺഡേ ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടേതായ സെറ്റപ്പിൽ മാത്രം ട്രേഡ് എടുക്കുക. അപ്പോൾ നമുക്ക് പ്രൈസ് ഓൾറെഡി ബുള്ളിഷാണ്, നിങ്ങൾക്ക് ബുള്ളിഷിലേക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പ്രീവിയസ് ഡേയുടെ ലോ ലിക്വിഡേറ്റ് ചെയ്തതിൻ്റെ ഒരു മൂവ്മെൻ്റ് ആണ്. ആ ഒരു മൂവ്മെൻറ്റൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ധൈര്യമായിട്ട് അവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടണ എടുക്കുക. അതേപോലെ തന്നെ സെക്ഷൻ്റെയൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നല്ലൊരു കൺഫർമേഷൻ, ന്യൂസ് സമയത്തല്ല, ന്യൂസിന് ശേഷം എടുക്കുക. അടുത്ത ആഴ്ച CPI ന്യൂസ് ഉള്ളതാണ്, ശ്രദ്ധിക്കണം.
ഏകദേശം ടേസ്റ്റ് ആയിരിക്കും ന്യൂസ്. ആ സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വേണം മാർക്കറ്റിൽ ട്രേഡിന് പോകാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കലും ഇമോഷൻ്റെ പുറത്ത് ട്രേഡ് എടുക്കാതിരിക്കുക. എപ്പോഴും നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നല്ലോണം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. പിന്നെ ഇൻഡിപെൻഡൻ്റ് ആകാൻ നോക്കുക. നിങ്ങൾ സെറ്റ് ആകണമെങ്കിൽ നിങ്ങൾ മാത്രം വിചാരിക്കണം. നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ട്രേഡ് എടുക്കണം. ഒരു ഗ്രൂപ്പ് ട്രേഡിങ്ങോ കാര്യങ്ങളോ ഒന്നും നിങ്ങളെ സെറ്റാക്കില്ല. അതൊക്കെ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ അല്ലാത്തതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേണ്. അതുകൊണ്ടാണ് എൻ്റെ ഒരു സ്റ്റുഡൻസിന്, എനിക്ക് പുറത്തുള്ളവരോട് പറയാം, എൻ്റെ സ്റ്റുഡൻസിന് ഞാൻ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രേഡ് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കൊടുക്കുന്നത്. അവർക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. പക്ഷേ കറക്റ്റായിട്ട് അവരത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പ്രോഫിറ്റിലേക്ക് വരും. പിന്നെ ഇമോഷൻസ് ഒന്ന് സെറ്റ് ആകണം. അതിന് വേണ്ട സമയം നമ്മൾ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് അവർ സെറ്റ് ആയിക്കോളും. ഓക്കെ, നമുക്ക് GBPയുടെ വരാൻ. GBP ഓൾറെഡി കഴിഞ്ഞ മാസം കുഴപ്പമില്ലാത്ത രീതിയിൽ ബുള്ളിഷ് ആയിരുന്നു. പ്രൈസ് നെക്സ്റ്റ് മന്ത് തുടങ്ങിയപ്പോൾ പ്രൈസ് നല്ലൊരു ബിയറിഷിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. വീക്ക് നോക്കണമെങ്കിൽ പ്രൈസ് 3 ആഴ്ചയായിട്ട് ബിയറിഷാണ് അല്ലേ. എന്തുകൊണ്ട് നമ്മൾ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ബുള്ളിഷ്, ഈ 3 ആഴ്ചയായിട്ട് ബിയറിഷ് അല്ലേ. കഴിഞ്ഞ മാസം 2 ആഴ്ച നല്ല ബുള്ളിഷിൽ വന്നു, അതിന് ശേഷം 2 ആഴ്ച ബിയറിഷിലേക്ക് വന്നു. ഇന്നിപ്പം നെക്സ്റ്റ് കഴിഞ്ഞ ആഴ്ചയും പ്രൈസ് ബിയറിഷിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ഉത്തരം ഡേയിൽ കിട്ടും. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഡേയുടെ ഈ ഒരു എക്സ്ട്രീം OBന്ന് പ്രൈസ് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യും. ഏകദേശം നമ്മുടെ ഈ ഒരു OBയുടെ വരെ പ്രൈസ് റിയാക്ട് ചെയ്യുക. അതിനുശേഷം പ്രൈസ് പുൾ ബാക്ക് എടുക്കാനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് 4 അവറിലേക്ക് വരാം. 4 അവറിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇവിടെ നിന്നൊരു റിയാക്ഷൻ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 അവറിൽ ഇവിടെ ഒരു അൺമിറ്റിഗേറ്റഡ് ഓർഡർ ഫ്ലോ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓർക്ക് 4 അവറിൽ പ്രൈസ് ബിയറിഷ് അല്ലേ. ശരിയാണ്, പ്രൈസ് ബിയറിഷാണ്. ഈ ഒരു ബുള്ളിഷ് ഓർഡർ ഫ്ലോയിൽ വന്നു കഴിഞ്ഞാൽ പ്രൈസിൽ അപ്പോൾ ഈ ഒരു ലോ പോയി ഈ ഹൈ ഒന്നും എടുക്കാൻ പോകില്ല. ഇവിടുത്തെ ഒരു ഹൈയിൽ വന്ന് എടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ഹൈ എടുക്കാൻ പ്രീവിയസ് ഈ ഓർഡർ ഫ്ലോയിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന പ്രീവിയസ് ഹൈ പ്രൈസ് പോയി ടാർജറ്റ് അടിച്ചിട്ടുണ്ട്. നല്ല ട്രേഡായിരുന്നു. ന്യൂസിന് മുമ്പ് കിട്ടി, കറക്റ്റായിട്ട് ബ്രേക്ക് ഇവനിട്ട് വെച്ചു പ്രൈസ്. ഞാൻ ആദ്യം ന്യൂസിൽ ഒറ്റയടിക്ക് ഹിറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഹൈ എടുക്കുമെന്ന് എനിക്കറിയാതെ, എന്നാലും ഞാനൊരു ലോവർ ടൈം ഫ്രെയിമിൽ പോയി ടാർജറ്റ്. പക്ഷേ പ്രൈസ് ഇവിടം വരെ വന്നു. ഞാൻ നോക്കുമ്പോൾ ഏകദേശം എൻ്റെ ടോട്ടൽ ടാർജറ്റ് 100 വിപ്പായിരുന്നെങ്കിൽ ഏകദേശം 92 വിപ്പ് വരെ വന്നിട്ട് പ്രൈസ് താഴേക്ക് വന്നു. പക്ഷേ പിന്നെയും പ്രൈസ് കയറി ടാർജറ്റ് ഹിറ്റ് ചെയ്തു. വളരെ സന്തോഷം. അപ്പോൾ GBPയിൽ ആ ഒരു ട്രേഡാണ് മെയിനായിട്ട് ഞാൻ എടുത്തത്. ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഒരുപാട് പേര് എനിക്ക് ആ കാഴ്ച തന്നിട്ടുണ്ട്. വളരെ 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 സന്തോഷം. നമുക്ക് ഇവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. നമുക്ക് 1 അവറിലേക്ക് വന്നു കഴിഞ്ഞാലും നമ്മുടെ 4 അവറിൻ്റെ എക്സ്ട്രീം OB ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്തു. ഓൾറെഡി പ്രൈസ് നല്ല ബിയറിഷാണ്. 1 അവറിൻ്റെ ഡേയുടെ ആ ഒരു ബിയറിഷ് OBയുള്ള റിയാക്ഷനാണ് ഈ കാണുന്നത്. അവസാനം 4 അവറിൽ പ്രൈസ് ഒന്ന് മിറ്റിഗേറ്റ് ആ ഒരു മൂവ്മെൻറ്റാണ് നമ്മളിവിടെ കാണുന്നത്. നല്ലൊരു മൂവ്മെൻറ്റ് തന്നു. അതിൻ്റെ ടാർജറ്റൊക്കെ ഓൾറെഡി ഹിറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് 15 മിനിറ്റിലേക്ക് വരാം. 15 മിനിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ലാസ്റ്റ് നമുക്കിപ്പോൾ പ്രൈസ് തന്നിരിക്കുന്നത് 15 മിനിറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. പ്രൈസ് ഇനിയും ബിയറിഷിലേക്ക് തന്നെ വരാം. എന്താ വെച്ചാൽ പ്രൈസ് ഇനി എത്ര ദിവസം കൊണ്ട് ഇവിടം വരെ എത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പ്രൈസ് നല്ലൊരു ടൈം എടുക്കും. ഈ ലോ എന്തായാലും പ്രൈസ് എടുക്കും, മനസ്സിലായോ. ഈ ലോ പ്രൈസ് എടുക്കും, ഈ ലോയൊക്കെ എടുക്കും. പക്ഷെ എന്ന് എടുക്കും എന്ന് നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഈ ലോ വരെ വരൂലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോ വരെ വരണം. പക്ഷേ ഒരു ബ്രിട്ടീഷ് പൗണ്ടാണ്, പെട്ടെന്നൊന്നും പറയില്ല. നമ്മളിപ്പോൾ ഓസ്ട്രേലിയൻ ഡോളറിൽ നമ്മൾ ഇതേ ട്രേഡ് പോലെ തന്നെ നമ്മൾ എടുത്തതാണ്. പക്ഷെ അത് വളരെ ഫാസ്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ആ ഒരു മൂവ്മെൻറ്റിൽ വരില്ല. പക്ഷേ ഇനി നിങ്ങൾക്ക് ഇത്രയും ദിവസം നമ്മൾ സെല്ലിലേക്കാണ് കൂടുതൽ നോക്കിയെങ്കിൽ പതിയെ പതിയെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബൈയിലേക്കുള്ള സാധ്യതകളും ബ്രിട്ടീഷ് പൗണ്ടിൽ എടുക്കാവുന്നതാണ്. നമുക്ക് ഓസ്ട്രേലിയൻ ഡോളറിൽ തന്നെയാണെങ്കിൽ കഴിഞ്ഞ മാസം പ്രൈസ് ഓൾറെഡി ബിയറിഷ് ആയിരുന്നു. അതെന്തുകൊണ്ടെന്ന് നമുക്ക് നോക്കിയാൽ തന്നെ ഈ മാസം തുടങ്ങിയപ്പോൾ തന്നെ പ്രൈസ് ജസ്റ്റ് ഒന്ന് ബിയറിഷിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വീക്ക് നോക്കണമെങ്കിൽ കഴിഞ്ഞ 3 വീക്കും പ്രൈസ് എന്തായിരുന്നു, ബിയറിഷ് ആയിരുന്നു. എന്തുകൊണ്ടാണ് നമ്മളുടെ വീക്കിൻ്റെ നോക്കുമ്പോൾ ഇന്ത്യയാണല്ലോ ഒരു OBയിലാണ് പ്രൈസ്, എക്സ്ട്രീം OBയിലാണ് വന്നിരിക്കുന്നത്. ഡേയിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു OBയിൽ വന്നു നമ്മൾ ഈ ഒരു ലോയാണ് നമ്മൾ ടാർജറ്റ്. ഈ ലോ ടാർജറ്റ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞത് ഈ ഇന്ത്യണൽ OBയിലുള്ള ഈ ഒരു OB റിയാക്ട് ചെയ്യുന്നു. ഈ OBയിൽ ഇപ്പോൾ റിയാക്ട് ചെയ്താണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്ന് പല ആൾക്കാരും ബൈയും സെല്ലൊക്കെ എടുക്കുന്നുണ്ട്. വളരെയധികം സന്തോഷം. 4 അവറിൻ്റെ തന്നെയാണെങ്കിൽ 4 അവറിൻ്റെ ഡിസിഷൻ OBന്ന് പ്രൈസ് മൂവ് ചെയ്ത് ടാർജറ്റിലേക്ക് എത്തി. വീണ്ടും പ്രൈസ് ഒന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നോൺ ഫാം പേറോളിന് ഓൾറെഡി GBP നല്ല ബുള്ളിഷിൽ വരുമെന്നായിരുന്നു. ഓൾറെഡി പോഡ്കാസ്റ്റ് ചെയ്ത പോലെ തന്നെ പ്രൈസ് ഓൾറെഡി ബുള്ളിഷിലേക്ക് വന്നായിരുന്നു. നമുക്ക് 1 അവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും പ്രൈസ് ഓൾറെഡി 1 അവറിൻ്റെ ഐഡിയം എടുത്ത് റിയാക്ട് ചെയ്ത് വീണ്ടും പ്രൈസ് ഒന്ന് നോൺ ഫാം പേറോളിൻ്റെ സമയത്ത് പ്രൈസ് മൂവ് ചെയ്തതാണ് ഈ മൂവ്മെൻറ്റ് കാണുന്നത്. പക്ഷെ വലിയ മൂവ്മെൻ്റ് ഒന്നും ബുള്ളിഷിലേക്ക്
പ്രൈസ് മൂവ് ചെയ്തില്ല. ബിയറിഷിലേക്ക് നമ്മൾ 50 മിനിറ്റിലേക്ക് വന്നതിനാൽ പ്രൈസ് നല്ല രീതിയിൽ ബിയറിഷിലായിരുന്നു. 50 മിനിറ്റിലേക്ക് നമുക്ക് വരക്കാനും കൂടി പറ്റാത്ത സെല്ലായിരുന്നു. ഞാൻ ഇവിടെയൊക്കെ ഞാൻ കുറേ സെല്ല് എടുത്തായിരുന്നു. ഈ ഒരു ട്രേഡ് റണ്ണിങ് വരെ ഞാൻ ഇവിടെ കുറേ ഇട്ടാൽ ഇതോടെ TP അടിച്ചതോടെ പിന്നെ ഇതിലേക്ക് വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാതെ അത് കാരണം ഈ കഴിഞ്ഞ ആഴ്ചയൊന്നും നല്ല രീതിയിൽ ട്രേഡ് എടുത്തില്ല. കുറേ പേര് എനിക്ക് ഈ സെല്ലൊക്കെ എടുത്ത് തോന്നി, സെല്ലും ബൈയൊക്കെ അഴിച്ച് കാണിച്ചു തന്നു. വളരെ സന്തോഷം, നല്ല പ്രോഫിറ്റ് കിട്ടുന്നതിൽ സന്തോഷം തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമുക്ക് യൂറോ USD നോക്കാം. യൂറോ USD എനിക്ക് വലിയ താല്പര്യമില്ലാത്ത എന്തുകൊണ്ട് പറഞ്ഞാൽ ഇത് നോക്കിയേ, ഇത്രയും മാസമായിട്ട് ഇതേ പൊസിഷനിൽ തന്നെ ഇത് പിന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വന്ന് മൂവ്മെൻറ്റ് ചുരുങ്ങിയാണ് വന്നത്. ഇനി എപ്പോഴാണ് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടണമെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഈ മൂവ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് എനിക്കിതിൽ ഒരു സിംഗ് ട്രേഡ് എടുക്കാൻ പോലും താല്പര്യമില്ലാത്ത കേട്ടോ. അപ്പോൾ നമുക്ക് മന്തിലേക്ക് വരികയാണെങ്കിൽ മന്ത് ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്ത, ഹൈ എടുത്തിട്ടുണ്ട്, അതിൻ്റെ റിയാക്ഷൻ പ്രൈസ് തന്നു. ഇനി ഈ ലോ എല്ലാം പ്രൊട്ടക്റ്റഡ് ആയതുകൊണ്ട് ഈ ലോ ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല. ഈ ഹൈ എടുത്തപ്പോൾ നിങ്ങൾക്ക് സെല്ല് നോക്കാമായിരുന്നായിരുന്നു, നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി. നമുക്ക് വീക്കിലേക്ക് വന്നു കഴിഞ്ഞാലും പ്രൈസ് ഈ ആഴ്ച പ്രൈസ് നല്ല ബുള്ളിഷായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ച പ്രൈസ് ബിയറിഷിലേക്കായിരുന്നു. നമുക്ക് ഈ ഒരു POയിൽ തന്നെയാണെങ്കിൽ നല്ലൊരു സെല്ല് നിങ്ങൾക്ക് നോക്കാമെന്നുണ്ട്. ഇച്ചിരിയും കൂടി പ്രൈസ് മൂവ്മെൻറ്റ് തരുന്ന ഒരു സെല്ലായിരിക്കും. ഇപ്പോൾ ഡേയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും പ്രൈസ് ഇന്റേണൽ ID ഒക്കെ എടുത്ത് പ്രൈസ് ഇവിടെ വന്നിട്ടുണ്ട്, വേറെ സെറ്റപ്പ് ഒന്നും കാണുന്നില്ല. നമുക്ക് 4 അവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും 4 അവറിൽ ഓൾറെഡി പ്രൈസ് ലാസ്റ്റ് ബ്രേക്ക് ഫ്രഷർ എന്ന 4ൻ്റെ എക്സ്ട്രീം ഓപ്പി നിന്നാണ് വന്നത്. ഇപ്പോഴും പ്രൈസ് ഈ ഒരു എക്സ്ട്രീമിലാണ് നിൽക്കണമെങ്കിൽ ഇവിടെ നിന്ന് അടുത്ത ആഴ്ച ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാനുള്ള സാധ്യതയായിരിക്കും കൂടുതൽ കാണുന്നത്. അല്ലാതെ വേറെ ഒന്നും സംഭവിക്കാനും പോലെ എന്ന് വെച്ചാൽ ഈ ഒരു ഇംബാലൻസ് എന്നെടുക്കുമെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഗോൾഡൊക്കെ പെട്ടെന്ന് എടുക്കുന്നത് പോലെ ഇതൊന്നും എടുക്കില്ല. അപ്പോൾ കുറേ ദിവസം ഇങ്ങനെ നിന്ന് ചിലപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ച കൊണ്ടായിരിക്കും ഈ ഒരു ഇംബാലൻസ് എടുക്കുന്നത്. മൂവ്മെൻറ്റ് കുറവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും പ്രൈസ് ആ ഒരു ഇംബാലൻസ് എടുക്കും. നമുക്ക് 50 മിനിറ്റിലേക്ക് വരികയാണെങ്കിലും പ്രൈസ് ലാസ്റ്റ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ 50 മിനിറ്റിലും തന്നിട്ടുണ്ട്. ഈ ഒരു മൂവ്മെൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും വളരെ നോക്കി ട്രേഡ് എടുക്കുക. ഒരുപാട് തിരക്കിലായിരുന്നു, എന്നാലും നമ്മുടെ ചെറിയതായിട്ടൊരു 1/4 മണിക്കൂർ നമ്മുടെ വീക്ക്ലി അനാലിസിസ് ഡിലേ ആയിട്ടുണ്ട്. സോറി. അതിൽ നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാനിത് അഴക്കുന്നത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടേതായ രീതിയിൽ നല്ലോണം ബാക്ക് ടെസ്റ്റ് ചെയ്യുക എന്തൊക്കെ മൂവ്മെൻ്റ് ആണെന്ന്. ബാക്കിയുള്ള എല്ലാ മൂവ്മെൻറ്റുകളും നെക്സ്റ്റ് നാളെയും മറ്റന്നാളെയുമായിട്ടൊക്കെ വരും. അതേപോലെ തന്നെ CPI ന്യൂസ് ഉണ്ട്, ഈ ആഴ്ചയും ശ്രദ്ധിക്കുക. നിങ്ങൾ റെഗുലറായിട്ട് പ്രോഫിറ്റ് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം, മനസ്സിലായോ? നിങ്ങൾ ഒരുപാട് ട്രേഡ് എടുക്കണമെന്നുള്ള മൈൻഡൊക്കെ മാറ്റി കുറേ കാശൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ആദ്യം നല്ല രീതിയിൽ പഠിക്കുക. പ്രോഫിറ്റ് കിട്ടുമ്പോൾ ചില ആൾക്കാർക്ക് ചില ആഴ്ചയൊക്കെ എനിക്ക് $1000 റിയൽ അക്കൗണ്ടിൽ നിന്ന് എടുത്തെന്നും 1500 എടുത്തെന്നും പറഞ്ഞാൽ അയച്ചു തരും. പക്ഷെ ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇമോഷണൽ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടിരിക്കണേണ്. പക്ഷെ നമ്മൾ ഹാപ്പി ആയാലും കൺട്രോൾ ചെയ്യാൻ പഠിക്കണം, മനസ്സിലായോ? നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് കിട്ടുമ്പോഴത്തേക്കും നിങ്ങളത് എൻജോയ് ചെയ്യുക, മനസ്സിലായോ? വെറുതെ ഹാപ്പി ആയിട്ട് കാര്യമില്ല. ഇനിയും കുറേ ഉണ്ടാക്കാനല്ല, നിങ്ങൾ കിട്ടിയ പ്രോഫിറ്റൊക്കെ നിങ്ങൾ വിഡ്രോവലൊക്കെ ചെയ്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തൊന്ന് എൻജോയ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും നിങ്ങളുടെ ആ ക്യാപിറ്റലൊക്കെ വെച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് ലോസ് വന്നാൽ പോലും, നിങ്ങളുടെ ആ ഇമോഷൻ്റെ പുറത്ത് ലോസ് വന്നാൽ പോലും എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് ഞാൻ എടുത്തു, അത് ഞാൻ എന്നെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യില്ല. നിങ്ങളൊരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യും. അല്ലാതെ ഈ ഒരു ട്രേഡ് പ്രോഫിറ്റ് അടിച്ച് 2 ട്രേഡ് അടിച്ച് 3 അടിച്ച് 4ാമത് അപ്പം തന്നെ ഇല്ലാത്ത ട്രേഡ് ഉണ്ടാക്കി അങ്ങനെയൊക്കെ ട്രേഡ് ചെയ്യുമ്പോഴാണ് ലോസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ലോസ് വന്ന ട്രേഡുകളൊന്ന് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് ചെയ്യാൻ പാടില്ലാത്ത ട്രേഡുകളായിരുന്നു പലതും, മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ അതിൻ്റെ അകത്ത് പ്രോഫിറ്റ് കിട്ടിയ ട്രേഡും ചെയ്യാൻ പാടില്ലാത്ത ട്രേഡാണെങ്കിൽ അതും വെട്ടുക. അതൊന്നും നമ്മളുടേതല്ല. നമുക്ക് കിട്ടേണ്ട ട്രേഡുകളുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല ഈ ആഴ്ച ഗോൾഡിൽ നല്ല ഇപ്പോൾ ഈ അന്നത്തെ ട്രേഡ് എടുത്തില്ല, ഓക്കെ, NFEയുടെ സമയത്ത് ട്രേഡ് എടുക്കരുതെന്ന് പറഞ്ഞാൽ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ടെങ്കിൽ എടുക്കുക. അല്ല, ഈ ട്രേഡ് നിങ്ങൾക്ക് ഈ പറയുന്ന ട്രേഡൊക്കെ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നല്ല പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. ഇവിടെയൊക്കെ ഇന്റേണൽ നിങ്ങൾക്ക് 50 മിനിറ്റിലൊക്കെ നിങ്ങൾക്ക് ബൈയൊക്കെ നോക്കുകയാണെങ്കിൽ അതും പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. ആ ഫ്രൈഡേ അടുത്തായിട്ട് വരുമ്പോൾ പ്രൈസ് നല്ല രീതിയിൽ വോളറ്റിലാവും. ആ സമയത്തൊക്കെ ട്രേഡ് എടുക്കാൻ പോകുമ്പോൾ ഫ്രൈഡേയിലൊക്കെ എടുക്കാൻ പോയാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതേപോലെ സെല്ലിലേക്കൊക്കെ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് $10, $15, $20 മൂവ്മെൻ്റ് ഒക്കെ നല്ല രീതിയിൽ കിട്ടി. പക്ഷേ ഇവിടം വരെ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞില്ല, സെല്ലിലേക്ക് നോക്കുമ്പോൾ വളരെ ചെറിയ ടാർഗറ്റുകൾ വെക്കുക. ന്യൂസ് ഇതേപോലെയുള്ള ഹൈ ഇമ്പാക്റ്റ് ന്യൂസുള്ള ആഴ്ചകളിലൊക്കെ ചെറിയ ടാർഗറ്റ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പ്രോഫിറ്റിൽ പോകാൻ വേണ്ടിയാണ് അത് പറയുന്നത്. ആ വീക്ക് ക്ലോസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റിൽ പോകാൻ വേണ്ടിയാണ്. അതേപോലെ നിങ്ങൾ വളരെ തിരക്കായി നിൽക്കുന്ന സമയത്ത് ട്രേഡ് എടുക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കുറച്ച് ചെറിയ ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ട്രേഡ് എടുക്കണ്ട. ഇപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ ഇട്ടില്ലേ, ഞാൻ ഈ മാസത്തെ പ്രോഫിറ്റ് ഞാൻ ഇടുന്നുണ്ട്, ടോട്ടലി ഇടുന്നുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എൻ്റെ ചില അക്കൗണ്ടുകളിലൊക്കെ 3-4 ട്രേഡ് കൊണ്ട് നമുക്ക് 10-30-40% പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. എൻ്റെ എക്സ്പീരിയൻസ്. അതേസമയം ഒരു 5% പ്രോഫിറ്റ് എടുത്താലും ഹാപ്പി ആയിരിക്കില്ലേ? നമ്മൾ പ്രോഫിറ്റിൽ പോകാൻ നോക്കുക.
അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.